അപ്പോൾ ഈ നമ്മളിന്ന് വന്നിട്ടുള്ളത് ജെയിൻ യൂണിവേഴ്സിറ്റിയിലാണ്, കാക്കനാട്. സോ ഇവിടെ ഫ്യൂച്ചർ സമ്മിറ്റിന്റെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിന്റെ രജിസ്ട്രേഷൻ കൗണ്ടറിൽ നമ്മൾ പോയി. നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തായിരുന്നു. സോ അവരൊരു ബാൻഡ് തന്നു. നമ്മൾ ഡേ 1 പോയത്. ഫ്യൂച്ചർ സമ്മിറ്റിന്റെ ഒരു ലോഗോ ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു. ഇവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് AI റിലേറ്റഡ് ആയിട്ടും റോബോട്ട്സും PS5 ഗെയിമിംഗ് ഉണ്ടായിരുന്നു, എക്സ്പോക്സ് ഗെയിമിംഗ് ഉണ്ടായിരുന്നു, VR ഗെയിമിംഗ് ഉണ്ടായിരുന്നു. സോ അതെല്ലാം നമ്മൾ കണ്ടു. നമ്മൾ അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്തൊരു സ്റ്റോളിലേക്ക് പോയി. ഇവിടെ നമുക്ക് 2 റോബോട്ട്സ് വെച്ചിട്ട് ഗെയിം കളിക്കുന്നതും കണ്ടു, ഒരു മാച്ച് പോലെ. സോ അതെല്ലാം കണ്ടിറങ്ങിയതിന് ശേഷം നമ്മൾ മെയിൻ ആയിട്ട് വന്നേക്കുന്നത് ഈ കൺസേർട്ടിന് വേണ്ടിയിട്ടാണ്, അർമാൻ മാലിക്കിന്റെ ഷോയ്ക്ക് വേണ്ടിയിട്ട്. സോ അത് നമുക്ക് കാണാം. ഇവിടെ DC ബുക്സിന്റെ സ്റ്റോൾ ഉണ്ടായിരുന്നു. നമ്മൾ ബുക്കൊന്നും വാങ്ങിച്ചില്ല. അതിനുശേഷം നമ്മൾ ഫ്ലീ മാർക്കറ്റിലോട്ട് പോയി. ഫ്ലീ മാർക്കറ്റിനകത്ത് നല്ലൊരു ആംബിയൻസ് ആണ്, നല്ലൊരു സ്പേസ് ആണ്, നല്ല ഗ്രീനറി ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ പാരറ്റ്സിനെ കണ്ടു, ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ദാ ഇരിക്കുന്ന ഒരാള് രാമ, നല്ല ഭംഗിയല്ലേ, ഒരു വെറൈറ്റി ഉണ്ട്. അതിനൊക്കെ തൊടുകയൊക്കെ ചെയ്യായിരുന്നു, ഞാൻ തൊട്ടില്ല. പിന്നെ ഒരു പാമ്പുണ്ട്. ഇത് നോൺ വെനമസ് ആണെന്നാണ് എൻ്റെ ഒരു ധാരണ. എന്തായാലും കൊള്ളാം. ഇത് വേറെ ആള് കാമിലിയാണ്, ഒരു ഓറഞ്ച് കളറാണ്. കളർ ചേഞ്ച് ചെയ്യുമല്ലോ. ഇതാ ഒരു ലാബ്രഡോർ. പിന്നെ വേറൊരു പട്ടി ഇതാ കൈയിരിക്കുന്നു. എല്ലാം നല്ല ക്യൂട്ട് പട്ടികളായിരുന്നു. സോ അതാ കമിലിയ, വാലൊക്കെ ഉണ്ടല്ലേ, എന്തൊരു നീളമാ. കളറൊക്കെ മാറിയിരിക്കും കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മൾ ആദ്യം കണ്ട പട്ടി. അടുത്ത ആള്. ഇതിന്റെയൊക്കെ ഹെയർ ഒക്കെ ഭയങ്കര സോഫ്റ്റ് ആട്ടോ, കണ്ടില്ലേ, നല്ല നല്ല സോഫ്റ്റ് മുടിയായിരുന്നു. വേറൊരാള്. എവിടെ നോക്കിയാലും പട്ടികളായിരുന്നു. അടുത്ത ലാബ്രഡോർ. മുടിയൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമാണ് അതിന്റെ നടത്തൊക്കെ കാണാൻ. എന്റെ അടുത്തൊക്കെ വന്നിട്ടാ. അടുത്ത ആള്. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി നടക്കുകയാണ് ആള്. കൊള്ളാം. ഇതാണ് നമ്മുടെ സ്റ്റേജ്. ഇവിടെയാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. സോ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയുടെ അടുത്തായിട്ട് തന്നെ പുതുതായിട്ടൊരു ബർഗർ കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ഓഫർ ഉണ്ട്. ലൈക്ക് 2 ക്രിസ്പി ചിക്കൻ ബർഗർ നമുക്ക് 100 റുപ്പീസിന് കിട്ടും. സോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ബർഗർ കിങ്ങിലേക്ക് നടന്നെത്തി. സോ നമുക്ക് ആപ്പ് ത്രൂ ആണ് ഈ ഓഫർ ലഭിക്കുന്നത്. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തു. 10 AM to 11 PM വരെ ഈ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും. സോ നമുക്ക് ആപ്പ് ത്രൂ ഈ ഓഫർ അവൈൽ ചെയ്തതിന് ശേഷം നമ്മുടെ ടേബിൾ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേബിളിലേക്ക് ഈ ഓർഡർ കൊണ്ടുവന്നതായിരിക്കും. നല്ല ആംബിയൻസ് ആണ്, ഇഷ്ടം പോലെ സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. മാത്രമല്ല നമുക്ക് അവിടെ നിന്ന് ഓർഡർ ചെയ്യാനും സാധിക്കും. സോ നമ്മൾ ഓർഡർ ചെയ്ത് സാധനം എത്തി. ഇതാണ്, ഞാൻ ടേക്ക് അവേ ആയിട്ടായിരുന്നു ആദ്യം പറഞ്ഞത്. സോ എനിക്ക് ഇങ്ങനെ പാക്ക് ചെയ്ത് കിട്ടി. നമ്മുടെ 2 ചിക്കൻ ബർഗേഴ്സും പിന്നെ 2 സാഷെ കെച്ചപ്പും ഉണ്ടായിരുന്നു. സോ നമുക്ക് ഓപ്പൺ ചെയ്ത് എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ഇതാണ് ബർഗർ. ഒരു സ്മോൾ ബർഗർ ആണ്. അതിനകത്തൊരു പാറ്റി ഉണ്ട്, പിന്നെ ഓണിയൻ ഉണ്ട്, മയണീസ് ഒക്കെ ഉണ്ട്. നമുക്ക് സോസും കൂടെ ആഡ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കാം. സോ നമുക്ക് 100 രൂപയ്ക്ക് വളരെ വർത്ത് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ല, നമുക്ക് അതിന്റെ കൂടെ കോക്കും ആഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള പോലെ കസ്റ്റമൈസ് ചെയ്ത് കഴിക്കാം. സോ നമുക്കൊരു ബൈറ്റ് എടുക്കാം. ചിക്കൻ നഗറ്റ്സ് പോലെയാണ് തോന്നിയത്, പക്ഷെ ക്രിസ്പിയാണ്, ടേസ്റ്റിയാണ്. ഈ 100 റുപ്പീസ് വളരെയധികം വർത്ത് ആയിട്ടായിട്ട് തോന്നി. ഈ സെയിം ഓഫർ നമുക്ക് ലുലു മാളിലും ലഭിക്കുന്നതാണ്. ഞാൻ അവിടെ അവൈൽ ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് കമന്റ്സിൽ രേഖപ്പെടുത്തുക. സോ ഞാൻ ഇതൊന്ന് കഴിച്ചു തീർക്കട്ടെ. സോ നമുക്ക് ഇതിന് ശേഷം തിരിച്ച് യൂണിവേഴ്സിറ്റിയിലോട്ട് പോയി. 6 മണിയൊക്കെ ഏകദേശം ലൈറ്റ് ഒക്കെ ചെയ്തു. സോ നമ്മളിപ്പോഴും ആൾക്കാരൊന്നും വന്നിട്ടില്ല. 6:30ക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞത്. ഇവിടെ ഒരു ഫുഡ് മാർക്കറ്റ് ഉണ്ട്. സോ നമ്മുടെ പ്രോഗ്രാം ഏകദേശം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ലൈറ്റ്സ് ഒക്കെ ഓണായി. ഏകദേശം 6:20 ആയി. ഫസ്റ്റ് പ്രോഗ്രാം മുബസോക്കയുടെ ആയിരുന്നു. നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. അന്ന് റിപ്പബ്ലിക് ഡേ ആയിരുന്നു കേട്ടോ. ലൈറ്റിംഗ് ഒക്കെ ഉണ്ടല്ലേ. അങ്ങനത്തെ കുറെ നേരത്തെ വെയിറ്റിംഗിന് ശേഷം ഒരു ഏകദേശം 8:20 ആയപ്പോഴത്തേന് നമ്മുടെ അർമാൻ മാലിക് വന്നു. എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഇത്രയും വലിയൊരു കൺസേർട്ടിന് പോകുന്നത്. സോ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഏറ്റവും ഫ്രണ്ടിൽ തന്നെ എനിക്ക് നിൽക്കാൻ പറ്റി. സോ ഞാൻ പ്രോഗ്രാം നന്നായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് ഭയങ്കരധികം ഇഷ്ടമായി. പാട്ടുകളൊക്കെ ഞാൻ സ്ഥിരം കേൾക്കുന്ന ഒരാളായതുകൊണ്ടും എനിക്ക് അർമാൻ മാലിക്കിന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും എനിക്ക് പ്രോഗ്രാം വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ ഓൾറെഡി കുറച്ച് ക്ലിപ്സും വീഡിയോസും ഫോട്ടോസും ഒക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും കണ്ടു നോക്ക്. സോ നിങ്ങളും എൻജോയ് ചെയ്യും. ശരി എന്നാ, ബൈ. Bye.